എത്ര പ്രാവശ്യം വിളിച്ചു അത്ര പ്രാവശ്യം വിളിച്ചു ഫോൺ നിൽക്കണില്ല. എത്ര മര്യാദ ഒരാള് ഇയാളെന്തായിരിക്കണു ഒരു അച്ചുകാട്ടിക്കണോ ആൾക്ക് വെറുതെ തന്നെ നമ്മുടെ നാട് എടുത്തിരുന്നു. 130 കോടി ജനങ്ങൾ ഇന്ത്യയില് എത്ര സ്ഥാനത്ത് ഇന്ത്യ ഫുട്ബോളില് ഒന്ന് പറയുന്നത് എങ്ങനെ എത്താ? ഇമാതിരി ആളുകൾ തലപ്പത്തിരുന്നാല് ഇതിന്റെ ABCD അറിയാത്ത തലപ്പത്തിരുന്നാല് പിന്നെ എങ്ങനെ നടക്കുക? പരാജയം 3 ടീം പരാജയം വന്നുകൊള്ളൂ. മാത്രമല്ല രാവിലെ 8 മണിക്ക് 9 മണിക്കാണ് നിർദ്ദേശം കിട്ടുന്ന കുട്ടികൾക്ക് ഇന്ന് ജില്ലയാണ് പറഞ്ഞിട്ട് ആരെ കാണിച്ചാല് ഇന്നലെ 10 മണിക്ക് ഞാൻ PD സാർ ഇത് ജില്ലയാണ് സ്കൂളാണ് ഇന്ന് 6 മണിക്ക് സബ് ജില്ല കൊണ്ടോട്ടിയില് കടക്കപ്പായി വിളിച്ചോണ്ടേ പിന്നെ കളിപ്പിച്ചുക. ചെറിയ കുട്ടികളല്ലേ, ആകെ 10ാം ക്ലാസ്സിലുള്ള കുട്ടികളെ കളിപ്പിക്കണം. വലിയൊക്കെ കളിച്ചെത്തൂല. ഒരു കളി കളിച്ചാൽ വണ്ടി പാഞ്ഞിട്ട് ഫിറ്റ്നസ് വേണ്ടേ? വലിയ പ്ലേയേഴ്സിലേക്ക് അറിയില്ലേ? ഒരു കളി കഴിഞ്ഞപ്പോൾ 2 ദിവസം ലീവ് കൊടുക്കും പ്രൊഫഷണൽ കളിക്കാർക്ക്. അത്യാവശ്യം ഫിറ്റ്നസ്സിൽ ആളുകൾക്ക് പിന്നെ എങ്ങനെയത് അതാ പറയുന്നത്. നേരത്തെ പറയുന്നത് 130 കോടി ജനങ്ങളുടെ നാട്ടിൽ നിന്ന് പന്ത് കളിക്കാൻ ഇവിടെ എത്തൂല. ഒരു IMBJ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് 5000 രൂപ പിരിച്ചിട്ട് വന്നേക്കാണ്. അതാണ് ഓരോ ടീം. കളിക്കാർ നോക്കി 11 കളിക്കാരുണ്ടാവും. ഈ കളിക്കാരുണ്ടോ? എത്ര ടീം വേണം ഒരു ജില്ലയിൽ? എത്ര സബ് ജില്ലകളുണ്ട്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞങ്ങൾ പ്രശ്നത്തിലല്ല വരും. DD എവിടെ സംസാരിക്കുന്ന ആളുകളുടെ ഈ ഒന്നുകൂടി പറയാം. PT സാറുമാർ വരെ വന്നിട്ടില്ല. ഓര് പിന്നെ പരിപാടിക്കില്ല എന്ന് പറയാം. എന്നിട്ട് ഇവന്റ് മാനേജ്മെന്റ് പോലെ പരിപാടിയാണ് നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ആരൊക്കെ പുറത്തുനിന്ന് സ്പോർട്സ് സ്പെസിഫിക് ആളുകൾ വെച്ചിട്ട് സെലക്ഷൻ ട്രയലൊക്കെ നടത്തി. ഒക്കെ സബ് ജില്ല വരെ എങ്ങനെ നടന്നിട്ടുള്ളത്? സബ് ജില്ല വരെ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? PT സാറുമാർ വെച്ചിട്ടല്ല. ചിലപ്പോൾ ഞാൻ ആരാണ് കുട്ടികളെ ഞാനും സെലക്ട് ചെയ്യും. അതാണ് നടക്കുന്നത്. ഞാൻ പുറത്തുനിന്ന് സെലക്ട് ചെയ്യാൻ പോയാൽ ഇതാണ് നടന്നിട്ടുള്ളത്. ഈ സബ് ജില്ല വരെ ജില്ല ഇങ്ങനെ തന്നെയാണ്. എത്ര ആൾക്കാർ PT സാറുമാരുണ്ടൊക്കെ ഇവിടെ ആരൊക്കെ ഫുള്ളില്ല. ജില്ലാതല മത്സരം മാത്രമല്ല ഞങ്ങൾ പറഞ്ഞത് ഇന്നലെ നടക്കുന്നത്. ഇന്നലെ സബ് ജില്ല നടന്നു നടക്കുന്നത്. എന്നിട്ട് ഇന്ന് ജില്ല നടത്താൻ പറ്റില്ല. ഇന്ന് രാവിലെ കൊണ്ടോട്ടിയിൽ കടക്കപ്പായി വിളിച്ചിട്ടാണ് 6:30 മണിക്ക് സബ് ജില്ല നടത്തുന്നത്. എന്നിട്ട് കുട്ടികൾ നേരെ ജില്ലക്ക് ഇവിടെ വരണം. ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, അവിടെ കൊണ്ടോട്ടിയില്ല. കൊണ്ടോട്ടി നടത്തില്ല. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പ്രതികരണം കണ്ടേ? ഞങ്ങൾ പ്രതികരണം വന്ന മാഷന്മാരെ കണ്ടില്ലേ? സംഭവിച്ച വികാസങ്ങൾ ഒരുപാട് പേരുണ്ടാവും. ഞങ്ങൾ ഇന്നാണ് വരാൻ പറഞ്ഞിരുന്നത്. മിഞ്ഞാന്ന് സബ് ജില്ലയിരുന്ന അവിടെ, ഇന്ന് റവന്യൂ. ഞങ്ങൾ ഇന്നലെ സെലക്ഷൻ കഴിഞ്ഞ് 18 ഷോർട്ട് ലിസ്റ്റ് മാച്ച് 7/18/2025 12:45 ഇന്ന് കളിയില്ല. ഇന്ന് കളിയില്ലാന്ന് അവരോട് പറഞ്ഞു. അങ്ങോട്ട് പോവാം. നിങ്ങളുടെ ഓപ്പോസിറ്റ് ടീം ഏതാ? താനൂര്. അവര് വന്നിട്ടില്ലേ? അവര് വന്നപ്പോ ഞങ്ങൾ എൻക്വയറി ചെയ്തില്ല. നിങ്ങളോട് എന്താ പറഞ്ഞത്? ഗെയിംസ് നടക്കുന്ന രീതിയാണ്. സ്പോർട്സ് ഹോട്ടലിൽ കയറി വന്നവരുണ്ടാവും. എത്ര ആളുകൾ സ്പോർട്സിനെ ആശ്രയിച്ച് പോലീസിൽ കയറിയിട്ടുണ്ടാവും. ഈ കുട്ടികൾ ഇതേപോലെ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് സബ് ജില്ലയിൽ മത്സരം നടത്താതെ ഒരു ടൈപ്പ് പരിപാടിയിലൂടെ ട്രയൽസ് ഒക്കെ നടത്തി ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ വെച്ച് മത്സരം 2 ബൂട്ട് ഒരു പ്ലെയർക്ക് 40,000 ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് ഞങ്ങൾ ടീം കൊണ്ടിടക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ മാറ്റി ഞങ്ങൾ കുട്ടികളെ കിട്ടണില്ല. എന്നിട്ട് ഇവിടെ മാറ്റി വരുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? പ്രോത്സാഹപ്പെടുത്തല്ലോ വേണ്ട. ഈ കുട്ടികളെ വേറെ വൈക്കും മൊബൈൽ അഡിക്റ്റ് ആവുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ സിദ്ധാന്തം കുടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടില് അതിന്റെ വഴി ഒരുക്കണം. നമ്മള് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആ കോലത്തിലാണ് പോണത്. ഇതില് ഈ അധ്യാപകരെതിരാണ് അവരുടെയും കൂടി ഒരു രാത്രി 10:30 കുട്ടികളെ കൊണ്ടുപോകണം. 3-4 സ്കൂളിലെ കുട്ടികളെ പേര് ഇപ്പോൾ വന്നപ്പോൾ പിന്നെ ഒപ്പിട്ടിട്ടില്ല എന്നല്ല വരാൻ താഴത്ത് ഇങ്ങനെ ഒപ്പിടാൻ രാത്രി 10:30 വന്നു. ഇതാണ് അവസ്ഥ. ഇപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ PDF ഒക്കെ എടുത്ത് അപ്പോൾ ഹെഡിൻ്റെ ഒപ്പില്ല. ഞാൻ ഇപ്പോൾ രാവിലെ 7:06 കുട്ടികളാണ് ഇല്ല നടന്നോട്ടെ. അതിൻ്റെ രീതിക്കായിട്ട് നടക്കണ്ടേ? ഇവിടെ നിർത്തിവെച്ചിട്ടാണെങ്കിൽ നാളെ ഒരു ദിവസം പറഞ്ഞാൽ വൃത്തിയായിട്ട് നടക്കത്തെ എല്ലാ സബ്ജക്റ്റും വൃത്തിയായിട്ട് നടത്താം. 12 ടീം വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര കളികൾ? ആകെ 15 കളി ഉണ്ടാവുള്ളൂ. 15 കളി ഫൈനൽ അടക്കം ഉണ്ടാവുള്ളൂ. ആ 15 കളിക്കാണ് 20 മിനിറ്റ് ഇത്രേ ഉള്ളൂ. ഉച്ച രാവിലെ തുടങ്ങി ഇതേ ഉച്ച തുടങ്ങി പെട്ടെന്ന് കളി. പിന്നെ കുട്ടികളെ ബലമുണ്ടാക്കുക 10 5 കുറഞ്ഞാലും ആ ടീമായിട്ട് കളിപ്പിക്കുക എന്നുള്ളതുള്ളൂ. ഇത് വിളിച്ച് വരുത്തിയിട്ട് 2-3 മിനിറ്റ് വരെ കുട്ടികളെ കളിപ്പിച്ച ട്രയൽസ് ഇങ്ങനെ വലിക്കുകയാണ്. ഈ പരിപാടി കളിപ്പിക്കുകയാണ്. നാളെ ദിവസത്തെ ഈ പ്രശ്നം പരിഹരിച്ച് മറ്റന്നാൾ ഇത് നടത്തും. സുഖമായിട്ട് സുന്ദരമായിട്ട് നടത്തുകയും ചെയ്യാം. ഇത് അർജന്റ് ഒന്നുമില്ല.
നമ്മൾ നടത്തേണ്ടെന്നല്ല പറയണത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നില്ലേ? അവിടെ ഇന്നലെ പറഞ്ഞു ഇന്നാണ് കളിയുന്നത്. ഇന്നലെ ഒരു ജില്ലാതല മത്സരം ഇന്നലെ പറഞ്ഞു, ഇന്നാണ് കളിയുന്നത്. നിങ്ങൾക്ക് ഒരുങ്ങി ഇത്രയും പെട്ടെന്ന് രാവിലെ എത്തി, എന്നിട്ട് ഇപ്പോഴത്തെ ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? കളിച്ചിട്ട് പോകുള്ളൂ. അപ്പോൾ അതിന് ലീഡിയൊക്കെ വരണ്ടേ? ഞങ്ങൾക്ക് അറിയില്ല, ഒഫീഷ്യൽസ് വരണോ? ആരും വന്നിട്ടില്ല ഇവിടെ ഗ്രൗണ്ടിൽ ഇതുവരെ. ജില്ലാതല മത്സരമാണ് നടക്കാൻ പോകുന്നത്. എന്താ നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതല്ലേ? എന്താണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം? ഇവിടെ എന്താ സബ് ജില്ല നടത്താതെ ഡയറക്റ്റ് ജില്ല നടത്തുക. ഇപ്പോൾ എന്താ ഇവിടെ ക്യാമ്പ് നടത്തിയിട്ട് കളി നടത്താതെ അതിന് 2-3 കുട്ടികളെ എടുത്തിട്ട് അങ്ങനെ ഡയറക്റ്റ് ജില്ല കളിപ്പിക്കുക. ഇപ്പോൾ സൂപ്പർതാണെങ്കിൽ അങ്ങനെ സൂപ്പർ കളിച്ചാണ്. ഇവിടെ ഒഫീഷ്യൽസൊക്കെ എന്താ ബൂട്ടിടാതെ വെറും ഷോക്സ് മാത്രമായിട്ട് ഒഫീഷ്യൽസ് ആയിക്കൂടെ അങ്ങോട്ട് ഇവിടെ നടന്നു. ഇത് നിങ്ങളൊന്നും നേരത്തെ അറിയിച്ചൊന്നുമില്ലത്? ഞങ്ങളുടെ കളി ഇപ്പോൾ ഞങ്ങളുടെ സൂപ്പർത ഉണ്ടായത് തന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:30 അങ്ങോട്ട് പറയുന്നത്. ഗ്രൂപ്പിൽ മെസ്സേജ് തരണം ഉച്ചയ്ക്ക് 12:30. നാളെയാണ് നിങ്ങളെ കളിയാറ്. നേരത്തെ ഒന്ന് ഞങ്ങൾ ജെയ്സും കൂടി ഇടാതെ കളിച്ചു. ജെയ്സും ഇല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണത് ഇവര് അല്ല മേലെ എടുക്കുന്ന പോലെ ഒരു തോന്നിയമാതിരി ചെയ്യണമല്ലോ. മോനെ സ്കൂളിലെ ഞാൻ കോഴ്സിലാണല്ലേ? ഒരു ജില്ലാതല മത്സരമാണ് ഇന്ന് പെരിന്തൽമണ്ണ ബോയ്സ് ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത്, ഈ നെഹ്റു സ്റ്റേഡിയത്തിൽ. ഒരു ജില്ലാതല മത്സരത്തിന് ഇങ്ങനെ ഒരു മുന്നൊരുക്കം മതിയോ? ഇപ്പോൾ നിങ്ങളിത് തടയാനും പ്രതിഷേധിക്കാനുള്ള കാരണം എന്ന് പറയും? പ്രതിഷേധിക്കാനുള്ള കാരണം സബ് ജില്ലാ മത്സരങ്ങൾ മര്യാദയ്ക്ക് നടന്നിട്ടില്ല. സബ് ജില്ലാ മത്സരങ്ങൾ ട്രയൽസ് ആക്കിയിട്ടാണ് നടന്നിട്ടുള്ളത്, അല്ലാതെ സ്കൂൾ ലെവലിൽ മത്സരങ്ങൾ നടന്നിട്ടില്ല. അത് തന്നെ പല സബ് ജില്ലകളും നടന്നിട്ടില്ല. വേങ്ങര പോലത്തെ, മഞ്ചേരി പോലത്തെ, കൊണ്ടോട്ടിൽ നിന്ന് രാവിലെ 6:30 മണിക്കാണ് സബ് ജില്ല നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് അവിടെ നടന്നിട്ടില്ല. മാത്രമല്ല ഈ സബ് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുട്ടികൾ വെച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇന്നലെ രാത്രി 10:30 വരെയും നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇന്നിവിടെ വന്ന എടപ്പാളായാലും താനൂരായാലും ഇവരോട് ഇന്ന കളി എന്ന് പറഞ്ഞിട്ട് നാളെ മതി, നാളെ നിങ്ങളുടെ കളി എന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു മുന്നൊരുക്കവും ഇല്ലാതെ, ഒരു നിർദ്ദേശങ്ങളും ഇല്ലാതെ വെറുതെ പ്രഹസനമായിട്ടാണ് ഈ പ്രോഗ്രാം 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും സബ് ജില്ലാ ലെവൽ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സബ് ജില്ലകൾ നടത്താതെയാണ് ജില്ലാ മത്സരങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ജില്ലയിൽ വന്ന് തന്നെ ജില്ലാ മത്സരം കളിക്കാൻ വന്നത് തന്നെ വളരെ കുറച്ച് സബ് ജില്ലകൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്ത് മലപ്പുറം ജില്ലയിലെ ഒരുപാട് ഭാവി താരങ്ങളുണ്ട്. ഈ താരങ്ങളൊക്കെ വലിയ സ്വപ്നങ്ങളോടെ ആയിരിക്കും ഈ അവരുടെ കായിക മികവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവരോട് ഒരു വിവേചനമാണെന്ന് താങ്കൾക്ക് തോന്നുന്നു MSFന്റെ ജില്ലാ ഭാരവാഹി മുറത്തിന്? വിവേചനം എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാരുകളും ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ ലഹരിക്കെതിരെയും കഞ്ചാവിനെതിരെയൊക്കെ നിരന്തരം ശബ്ദിക്കും. ഈ കുട്ടികൾ ബൂട്ടിട്ട് വന്ന് തന്നെ വലിയൊരു കാര്യമായിട്ട് കൂട്ടണം. നമ്മളെല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞാലും സാധാരണ ഗ്രൗണ്ടുകളിലൊന്നും കുട്ടികളെ കളിക്കാൻ കിട്ടാത്ത കാലഘട്ടത്തിൽ ഇത്രയും പ്രിപ്പയറായിട്ട് കുട്ടികൾ വളരെ ആത്മവിശ്വാസത്തോടെ വരുമ്പോൾ അതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. മാത്രമല്ല മലപ്പുറം ജില്ല പോലത്തെ ജില്ലകളിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. ഒരുപാട് ഫുട്ബോൾ മേഖലകളിൽ കേരളത്തിൽ തന്നെ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഭ്രാന്തന്മാർ എന്ന് പറയുന്ന ഒരു മലപ്പുറം ജില്ലയിൽ കഴിവുള്ള കുട്ടികളുടെ കഴിവ് പുറത്തെടുക്കാനുള്ള അവസരമാണ്. ഈ ട്രയൽസ് നടത്തുക എന്ന് പറഞ്ഞാൽ കഴിവുള്ള കുട്ടികൾക്കൊക്കെ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ കളിക്കാൻ അവസരം കിട്ടുള്ളൂ. സ്കൂൾ ലെവലിൽ കളി നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 20 മിനിറ്റ് 15 മിനിറ്റൊക്കെ സ്കില്ലുള്ള കുട്ടികൾക്ക് സ്കില്ല് പുറത്തെടുക്കാനുള്ള അവസരം കിട്ടും. അതൊക്കെ നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവണതയാണ് DDയുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത്. DDയുടെ ഒരുപാട് തവണ ഇന്നലെ സംസാരിക്കാൻ ശ്രമിച്ചു, ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഒരു പ്രതികരണവുമില്ല. എന്തു വന്നാലും ഞങ്ങൾ നടത്തുമെന്നുള്ള രീതിയിലാണ് DD. മലപ്പുറം ജില്ല ഒരുപാട് കുട്ടികളുടെ ഭാവിയാണ് 3 വർഷമായിട്ട് ഈ തോതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല, നമുക്ക് ഭാവി താരങ്ങളും നമ്മളെ 130 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് വെറുതെ ഒന്നല്ല നമ്മുടെ രാജ്യം ഈ ഫുട്ബോൾ ഈ റാങ്കിൽ ഫിഫ റാങ്കിങ്ങിൽ ഈ ലെവലിൽ പോകുന്നത്. ഒരു 10 വർഷത്തിന് ശേഷം ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്താൽ 10 വർഷത്തിന് ശേഷം നല്ല ഭാവി താരങ്ങൾ ഇന്ത്യ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷേ സംവിധാനം സിസ്റ്റം ഈ കോലത്തിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ സിസ്റ്റത്തിനെതിരെയുള്ള പ്രതിഷേധം MSF കൊണ്ടുവരും, ഇനി കൊണ്ടുവരും. ഇനി ഇവിടെ നടത്താൻ ശ്രമിച്ചാൽ ഇന്നും നാളേക്ക് നടക്കാൻ ശ്രമിച്ചാൽ എവിടെയും നടത്താൻ സമ്മതിക്കില്ല. സബ് ജില്ല മര്യാദക്ക് നടത്തിയിട്ട് ശേഷം മാത്രമേ ജില്ല നടത്താൻ സമ്മതിക്കുകയുള്ളൂ. ഇനിയും ഒരു ദിവസം മതി ഒരു സബ് ജില്ല നടത്താൻ, ഒരു ദിവസം തികച്ചു വേണ്ട. അങ്ങനെ ഈ 4 സബ് ജില്ലകളിൽ മര്യാദക്ക് നാളെ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പരിപാടിയുള്ളൂ. അത് ചെയ്യില്ല എന്നാണ് DD ഒറ്റ വാശിയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് അങ്ങനെ ഒരു പിടിവാശി എടുക്കുന്നത്? പിടിവാശി അയാൾക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ആ DD എന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് സംവിധാനം അറിയില്ല. അയാൾക്ക് ചടങ്ങ് പോലെ ഈ പരിപാടി നടത്തണമെന്നേ ഉള്ളൂ. പരിപാടി അവസാനിപ്പിക്കുക. ഒരുപാട് ഫണ്ട് ഇതിന് വിനിയോഗിച്ചിട്ടുണ്ടാവും, സർക്കാർ അനുവദിച്ചിട്ടുണ്ടാവും. അതൊക്കെ പോക്കറ്റിലുള്ള തന്ത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, 1 മണിക്കൂറുണ്ട്, ഒരു സമയം കൂടുന്നതോട് ചിലവ് കൂടും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചുകൂടാണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു, നിങ്ങളൊക്കെ കണ്ടു ജില്ലയിൽ പങ്കെടുക്കേണ്ടത് സബ് ജില്ലകൾ എത്ര ഉണ്ടെന്നുള്ളത്. ഒരു 3-4 സബ് ജില്ലകൾ വന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ആരും ഇവിടെ കാണാനില്ല. DD വാശിക്ക് തന്നെയാണ് ഇത്. നമ്മൾ ഇപ്പോൾ സബ് ജില്ലകൾ മുടക്കിയപ്പോൾ അതൊരു വാശിക്കാണ് DD ഇത് നടത്താൻ സമ്മതിക്കില്ല എന്നുള്ളത്. അയാളുടെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. നടത്താൻ സമ്മതിക്കില്ല. എന്തല്ല MSF ഒരിക്കലും ഇത് നടത്താൻ സമ്മതിക്കില്ല.
കളിപ്പിക്കാനും കളിക്കാനും കുട്ടികൾ നമ്മുടെ നാട്ടിലെ ആൻഡ്രസീക്ക് സ്റ്റേറ്റ് കിട്ടിയ ചെക്കന് അയ്യായിരം കിറ്റ് നാട്ടിൽ നിന്ന് വാങ്ങി കൊടുത്തത്. ഇതിനേക്കാൾ ഉത്സാഹമായിട്ട് ക്ലബ്ബുകൾ കൊണ്ടുപോകും. തടഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഡിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഡിഡിയോട് കാര്യം സംസാരിക്കാൻ ന്യായമായിട്ടുള്ള കാര്യം എന്നുള്ളത് സംസാരിക്കണം ഈ സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച ടീമാണ് ജില്ല. ഇവിടെ ജില്ല നടക്കും. ജസ്റ്റ് ഡി വരണ്ട് മട്ടിപ്പാവിരി എന്നിട്ട് ഫോൺ ചെയ്യാൻ റൂമിൽ നിന്ന് ഫോൺ ചെയ്യാൻ അയാളോട് വരാൻ പറയും താഴത്തേക്ക്. ജില്ലയിൽ വരേണ്ട ആളവിടെ അല്ലെങ്കിൽ നിങ്ങളെ പോലീസുകാരെല്ലാം വരേണ്ടത്. എന്റെ നാട്ടിന്റെ വീട്ടിലെ പരിപാടി ഞാനല്ലേ മുന്നിൽ വേണ്ടത്. എന്റെ വീട്ടിലെ പരിപാടിയൊക്കെ ഞാനാണ് മുന്നിൽ വേണ്ടത്. വിളിച്ചെടുത്ത ഭക്ഷണം കൊടുക്കാനൊക്കെ. എന്തായാലും നമ്മൾ ഈ രീതി റിപ്പോർട്ട് ചെയ്യാം. 22-ാം തീയതി എന്താണ് നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. 22-ാം തീയതി അവിടെ കളി നടക്കും. അപ്പം ഇവിടെയുള്ള മലപ്പുറത്തുള്ള കുട്ടികൾക്ക് അവസരം ഇതാണ് സിസ്റ്റത്തിന്റെ പ്രശ്നം. 21-ാം തീയതി വരെ എവിടെയായിരുന്നു നിങ്ങളൊക്കെ? ഇന്നലെ ദുനിയാവ് ഇന്നലെ ഉണ്ടായിരുന്നാ? എവിടെയായിരുന്നു നിങ്ങള്? ഈ പറയപ്പെട്ട ഡിഡി ആയാലും സ്റ്റേറ്റ് ആയാലും ഈ സിസ്റ്റം തന്നെയല്ലേ 21 സ്റ്റേറ്റ് നടത്തിയത് ആരാ? ഈ സ്റ്റേറ്റ് ഈ സിസ്റ്റം തന്നെയാണ്. ഈ സിസ്റ്റം പൊളിച്ചണം എന്ന് പറയണത്. നടക്കൂല ഞങ്ങളല്ല പോയി കുത്തിരി ശമ്പളം മേടിക്കുന്നത് നിങ്ങളോ? ഞങ്ങളല്ല. കുറച്ചൊക്കെ ദൂരം അടിക്കണം. നിങ്ങൾ ചോറിനെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കേണ്ടത്. അവനെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ ശമ്പളം മേടിക്കണത്? ഈ 21-ാം തീയതി എന്ന് പറഞ്ഞാല് മറ്റന്നാളാ. ഈ മറ്റേ സ്റ്റേറ്റ് എടുക്കണമെന്ന് ജില്ല എവിടെ കുട്ടികൾക്ക് പ്രൊഫഷണൽ കളിക്കാർക്ക് വരെ ഇത്ര സ്കില്ല. ഒരു കളി കഴിഞ്ഞ 3-4 റെസ്റ്റ് ഇട്ടുണ്ട്. ഇന്ന് 18-ാം തീയതി കഴിഞ്ഞാൽ 21-ാം തീയതി മറ്റേ കുട്ടികളെ നടത്തണം. തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം ഓടിയെത്തണം. എന്നിട്ട് ഈ കുട്ടികൾ പഠിച്ചു പോകണ്ടേ? ആര് കളിക്കാനാ? കുട്ടികളെ ഭാവി പ്ലേയേഴ്സുകൾ ഉണ്ടാക്കാനാണോ? പ്ലേയേഴ്സുകൾ ഉണ്ടാക്കാൻ കരുതുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ സംസാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ വെറുതെ ഒന്നല്ല കുട്ടികൾ രാവിലെ ചിങ്ങായിട്ട് തുണ്ടിട്ടടിച്ചിരിക്കണതായി. ഇതേപോലെ ആളുകൾ ചിത്രത്തിലുണ്ടോ? കാര്യല്ലേ? നിങ്ങൾ കാണില്ലേ? കാണില്ലേ? കഞ്ചാവ് അടിക്ക് വലിച്ചിട്ട് നടക്കുക എങ്ങനെയാണ്? ഈ കുട്ടികൾ നാളെ വയ്യാതെ പോയി കാണുമോ? 2 കളിക്ക് ഓര് പോവും, റൂട്ട് മാറി ഓര് പോവും. എന്നിട്ട് ഡയറിക്കെതിരെ ഇങ്ങനെ സ്കൂളിലും ചാമ്പ്യൻസ് ആവുന്ന ടീമിന് 8 ആളെ ചാമ്പ്യൻസ് ആവുന്ന എടുക്കല്. ഇപ്രാവശ്യം ഓരോ ടീമിന് 2 ആളെ വെച്ചെടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. ഓരോ ടീമിന് 5 കൊടുത്തിട്ട് കാര്യമില്ല. 2 റൗണ്ട് 5 മിനിറ്റായി. ഇവർക്ക് പവറില്ല. പിന്നെ നമ്മളെ സംസാരിച്ചിട്ട് വായിക്കിട്ട് കാര്യമില്ല. എന്നാണ് ഡിഡി ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അത് നിങ്ങൾ ഡിഡിയോട് പറയും. ബാക്കി എന്നിട്ട് ഞങ്ങൾ നോക്കാം. പെരുന്തൽമണ്ണ നിയോജകമണ്ഡലം കമ്മിറ്റി ഇടപെട്ടിട്ട് ജില്ലാ ഗെയിംസ് മാറ്റി വെപ്പിച്ചു തന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഈ 18-ാം തീയതി കഴിഞ്ഞ് കുട്ടികൾ പോയിട്ട് 29 തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് കിടക്കുകയാണെങ്കിൽ ട്രെയിന് ടിക്കറ്റ് ഉണ്ടാവില്ല. ജനറൽ തൂക്കി പിടിച്ചിങ്ങനെ പോകണം. നമ്മൾ കാണുന്നതല്ലേ എന്ത് ദേശീയ ടീമിന്റെ അവസ്ഥകള്, കേരള ടീമിന്റെ സ്പോർട്സ് അത്ലറ്റിക്സിന്റെ അവസ്ഥകൾ നമ്മൾ കാണുന്നതാ. അങ്ങനെ പോയില്ല. അവർ സ്റ്റേറ്റ് അല്ല ഈ പറഞ്ഞ പ്രകാരം പ്രോഗ്രാം നടന്നു. അപ്പൊ ഈ മാനദണ്ഡം പാലിക്കാതെ സബ് ജില്ല നടന്ന കുട്ടികളെ ചാൻസ് പോയി. അതിൽ കേതല്ലേ നിങ്ങൾക്ക്? എനിക്ക് ഒന്നിനും ഇത് നോക്കാം. മാസം ശമ്പളം കിട്ടുന്നുണ്ടോ? മെസ്സേജ് വരും. നോക്കണ്ട ആവശ്യം. ഇന്നലെ 10 ഇപ്പൊ അപ്പുറത്ത് കളിച്ചിറങ്ങുന്ന ടീമിന് കുട്ടികൾക്ക് അങ്ങോട്ട് പേരും കൂടി അറിയില്ല. എങ്ങനെയാണ് കളിക്കുക?
വീഡിയോ എടുത്ത് വെച്ചാൽ ഇപ്പൊ ഇതൊന്നും അറിയില്ല. ചെറായിലെ കുട്ടിക്ക് വരാൻ പറ്റുള്ളൂ. നിലമ്പൂരിൽ വരെ കുട്ടികൾ വരുന്നുണ്ട്. ഈ ജില്ലയിൽ ഇപ്പോൾ കളിക്കാം.